ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ചെയറിൻ്റെ അടുത്ത പദ്ധതികളെക്കുറിച്ചുള്ള പ്രഖ്യാപനവും അതിൻ്റെ വാർഷിക പ്രഭാഷണവും. ചെറിയമുണ്ടം ഒരു ചെറിയ പണ്ഡിതനായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമുഖ മാനമുള്ള ഒരു വലിയ പണ്ഡിതനായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ ഹോളി ഖുർആൻ മത്സരം അടുത്ത ഡിസംബർ 24 അതിൻ്റെ അവാർഡുകൾ, അതിൻ്റെ സമ്മാനങ്ങൾ നൽകുന്ന തരത്തിലുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം. ഇവളെല്ലാം കൂടി ചേർന്ന ഒരു മഹത്തായ ചടങ്ങിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ദാറുൽ അൻസാറും ഇതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും ഈ കുടുംബ സ്ഥാപനങ്ങളെല്ലാം കൂടി നമ്മുടെ പ്രദേശത്ത് ഇസ്ലാമികമായ വളർച്ചയിൽ, ധാർമ്മികമായ മുന്നേറ്റത്തിൽ, അള്ളാഹുവിനെ അറിയാൻ ഉള്ള പ്രത്യേകമായ നമ്മുടെ ഇടപെടലുകളെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. അള്ളാഹു സുധീരം മുന്നോട്ട് പോകാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പദ്ധതികൾക്കും ആശംസകൾ നേരുന്നു. ഇവിടെ ഖുർആൻ മനഃപ്പാഠമാക്കിയ 14 കുട്ടികളെ ഈ നാടിൻ്റെ വിളക്ക് ആയി പ്രകാശഗോപുരമായി നമ്മുടെ മുമ്പിലേക്ക് ഈ സ്ഥാപനം സമ്മാനിക്കുകയാണ്. നമുക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പോത്തുംപെട്ടി അബുമല്ല നാട്ടിൽ ഉമ്മ പരിചയപ്പെടുത്തുമായിരുന്നു. ഖുർആനാണ് ആ പോകുന്നത് എന്ന് പറയുമായിരുന്നു. ഒരു ഹാഫിളായി ഖുർആൻ മനഃപ്പാഠമാക്കി ഹുസൈൻ മദനിയുടെ പിതാവ്, അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ധാരാളം സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വന്നവരുണ്ട്. അൽഹംദുലില്ലാ 14 കുട്ടികളെ നമുക്ക് പുറത്തിറക്കാൻ ഇന്ന് സാധിച്ചിരിക്കുകയാണ്. എനിക്കൊരു സ്വകാര്യ ഒരു സന്തോഷം കൂടിയുള്ളത്, ഇതിൽ പേരിങ്ങനെ വായിച്ചപ്പോൾ അതിൽ 8 ആളും വളവന്നൂക്കാരാണ് എന്ന് കൂടി അറിഞ്ഞതിലുള്ള ഒരു സ്വകാര്യ അഭിമാനം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മാത്രമല്ല, എൻ്റെ അയൽക്കാരിയുടെ ഒരു പുത്രനും കൂടി ഇതിലുണ്ട് എന്നത് ഏറെ എന്നെ അഭിമാനം കൊള്ളിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി എ പി ശംസുദ്ദീൻ ബിൻ മുഹീദ്ദീൻ വേദിയിലേക്ക് സമാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട ഈ സദസ്സിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന എ പി അബ്ദുൽ സമദ് സാഹിബ്, കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേരളത്തിലെ പണ്ഡിതനുമായ ഹുസൈൻ മർഹൂം സാഹിബ്, നമ്മുടെ എല്ലാം തന്നെ നാട്ടുകാരനായ നമ്മുടെ ബഹുമാനപ്പെട്ട MLA കുറുക്കോളി മൊഹീദ്ദീൻ സാഹിബ്, മറ്റ് സദസ്സിലും വേദിയിലും ഉള്ള എല്ലാ പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, നേതാക്കന്മാർ, അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമുള്ള, വളരെ അഭിമാനത്തോടുകൂടി ഒരു നിമിഷമാണത്. പല സന്ദർഭങ്ങളിലായി പല സന്നദ്ധാന ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ പല കുട്ടികൾക്കും തന്നെ ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കുവാനൊക്കെ എനിക്ക് ഉള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളിൽ നിന്നെല്ലാം തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും തന്നെ ഇന്ന് സന്നിധാനം നിർവഹിച്ച് അത് സ്വീകരിച്ച കുട്ടികളുടെ ആ സദസ്സിൻ്റെ ആ ഗാംഭീര്യവും അതിൻ്റെ ഒരു അഭിമാനവും ഒന്നും തന്നെ അതിനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എനിക്കുള്ള സന്തോഷം. കാരണം ഇന്ന് ഇവിടെ നടക്കുന്ന 3 പരിപാടികൾ, ഒന്ന് ചെറിയമുണ്ടം ചെയർ, അതുപോലെ തന്നെ അൻസാറുല്ലാ സംഘത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ ദാറുൽ അൻസാർ അതിലെ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ, ഇതെല്ലാം തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ദീർഘദൃഷ്ടിയോടുകൂടി കണ്ട മഹത് വ്യക്തിത്വങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണത്. അത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. അതും തന്നെ അത് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്ന് പറയുന്നത് അവരുടെ മക്കളും പേരമക്കളാവും എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും തന്നെ കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. കാരണം ഈ ഇസ്ലാമികമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഖുർആനുമായി മറ്റുള്ള പ്രവർത്തനങ്ങൾ
അത് ഒന്നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറി അത് അതിൻ്റെ ശോഭ നശിക്കാതെ കൂടുതൽ കൂടുതൽ ശോഭയോട് കൂടി മുന്നോട്ട് പോകുന്നുള്ള ആ പരിശുദ്ധ ഖുർആൻ്റെ ആ വാക്ക് തന്നെയാണ് ഇത് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. എനിക്കിവിടെ സന്നദ്ധാനം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചുള്ള അതായത് ഖുർആൻ ബൈഹാർട്ടാക്കിയുള്ള കുട്ടികളോട് പറയുവാനുള്ളത്, നിങ്ങൾ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ 14 കുട്ടികൾ സമൂഹത്തിൽ നിങ്ങൾ പഠിക്കുന്ന കലാലയങ്ങളിലൊക്കെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള കുട്ടികളാണ്. നിങ്ങളെ ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റികളായിട്ടാണ് നിങ്ങളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളെ കാണുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ വ്യക്തിപരമായി തന്നെ ഈ ഖുർആൻ ബൈഹാർട്ടാക്കുകയും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അതിൽ കിട്ടിയിട്ടുള്ള ഊർജം അത് സ്വയമത്താക്കുക. ആദ്യമായി നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഓരോ ചലനങ്ങൾ, നിങ്ങളുടെ ഓരോ സംസാരങ്ങളെല്ലാം തന്നെ മറ്റൊരു സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്നേഹിതന്മാരോ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളോ അവരെ നിങ്ങളെ കാണുന്നത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും തന്നെ ഇന്ന വ്യക്തി ചെയ്യുന്ന എന്നുള്ള രൂപത്തിലല്ല അതിനെ കാണുക. ഒരു ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടിയുടെ പ്രവൃത്തിയായിട്ടാണ് അതിനെ സമൂഹവും നമ്മുടെ കമ്മ്യൂണിറ്റിയും കാണുക. അതുകൊണ്ട് നിങ്ങൾ വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നിങ്ങളിലുണ്ട് എന്നുള്ള ഈ ചെറുപ്പക്കാരായ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ ശരിക്കും ഖുർആൻ മനഃപ്പാഠമാക്കി സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിയാൽ തന്നെ അത് ഈ സമീപ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഈ സമൂഹത്തിലെല്ലാം തന്നെ അതിൻ്റെ പ്രകാശം മറ്റുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കടമയാണ്. അതൊരു നമ്മുടെ പവർ ബാങ്ക് പോലെയാണ്. നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ പൂർണ്ണമായിട്ടും തന്നെ ആ ഖുർആൻ മനഃപ്പാഠമാക്കിയത് കൂടി തന്നെ ഫുള്ളായി നിങ്ങൾ ചാർജ്ഡാണ്. ആ ഒരു പവർ ബാങ്ക് നമ്മൾ ടെലിഫോണിലേക്ക് ഇത് ചാർജ് കൊടുക്കുന്ന മാതിരി നിങ്ങളിൽ നിന്ന് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആ വേവ്സുകൾ അത് ഈ സമൂഹത്തിലെത്തണം, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലെത്തണം, നിങ്ങളുടെ കുടുംബങ്ങളിലെത്തണം. അതിനെ മാറ്റം നിങ്ങൾ വരുത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ നേടിയെടുത്തിട്ടുള്ള ആ വലിയ ഒരു കാര്യത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും കിട്ടുകയുള്ളൂ. എന്തായാലും തന്നെ ഈ മഹത്തായ ഈ സദസ്സിലും ഇതിൽ പങ്കെടുക്കുവാനും ഇതിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ സർവശക്തനായ അള്ളാഹുവിന് നന്ദി പറയുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനിയും തന്നെ ഇത് കൂടുതൽ ഉയർച്ചയ്ക്ക് വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സനത് നേടിയ മുഴുവൻ കുട്ടികളെയും ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ സെഷൻ കൂടി കഴിഞ്ഞ ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ. ആശംസ അർപ്പിച്ച്